ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ഡാഷ് ക്യാം വാങ്ങി എൻ്റെ EVക്ക് വേണ്ടി. ഗുഡ്മാൻ്റെയാണ്. ഞാനതൊന്ന് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വലിയ ബോക്സാണ്. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ചെറിയ 2 ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ തൽക്കാലം എടുത്ത് വെളിയിലോട്ട് വെച്ചു. അപ്പോഴത്തേക്ക് അതിൽ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഒരു പ്രോഡക്റ്റ് കാറ്റലോഗാണ്. ഓക്കെ, പിന്നെ ഒരു വാറണ്ടി കാർഡ്, പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറുണ്ട്. എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ട് പറയാം. പിന്നെ ഒരു ക്ലോത്തുണ്ട്, ലെൻസ് തുടയ്ക്കാനോ മറ്റൊക്കെ ആയിരിക്കാം. ഇതൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ആ ചെറിയ 2 ബോക്സിൽ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത് പ്രധാനമായി. ഓക്കെ, അതിൽ ഫസ്റ്റ് ബോക്സ് മേ ബി അത് ക്യാമറയാണെന്ന് തോന്നുന്നു. അതെ, ക്യാമറ തന്നെ. നമുക്ക് ക്യാമറയിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സ്ക്രീനാണ്, ലെൻസ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു QR കോഡാണത്. ഒരു പാസ്വേഡൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനമായിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് പുറമേ പറയാം. അതൊന്ന് മൊത്തത്തിൽ ഒന്ന് പഠിക്കട്ടെ. പിന്നെ ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. പവർ സ്വിച്ച് ഉണ്ട്. മൊത്തം 5 ബട്ടൺസ് ഉണ്ട് അവിടെ. ഇതും മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടാണ്. അതിനോടൊപ്പം ചേർന്ന് തന്നെ മൈക്കും ഉണ്ട്. മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇൻബിൽട്ട് മൈക്കാണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. ഓക്കെ, പിന്നെ ഈ ഭാഗത്ത് 2 പോർട്ടുണ്ട്. ഒരു AV പോർട്ടും ഉണ്ട്, USB പോർട്ടും ഉണ്ട്. AV പോർട്ട് നമ്മുടെ റിയർ ക്യാം കണക്ട് ചെയ്യാനുള്ളതാണ്. USB പോർട്ട് വരെയാണ് നമ്മൾ ഇതിൻ്റെ പവർ കൊടുക്കുന്നത്, നമ്മുടെ വാഹനമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ആ സ്റ്റിക്കർ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടാണ് ഗ്ലാസ്സിൽ ഒട്ടിക്കുന്നത്. പിന്നെ സ്ക്രീനാണ്. സ്ക്രീൻ ഒരു ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. ഓക്കെ, ഒന്ന് റിമൂവ് ചെയ്തു. കുഴപ്പമില്ല, 3 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. തിരിച്ച് സ്റ്റിക്കർ അവിടെ ഒട്ടിക്കുകയാണ്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ രണ്ടാമത്തെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് 2 ചെറിയ പാക്കറ്റുകൾ വേറെയുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പാക്കറ്റിൽ തന്നെ 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന് ക്യാമറയാണത്, നമ്മുടെ ബാക്ക് ക്യാമറ, റിയർ ക്യാമറയാണ്. അത് നമ്മൾ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് ബാക്കിലെ ഗ്ലാസ്സിൽ ഒട്ടിക്കാവുന്ന രീതിയിലാണ്. പിന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ക്യാമറ. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചുവല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണത്. രണ്ടാമത്തെ കവറിൻ്റെ അകത്ത് ഇതിൻ്റെ പവർ ബോക്സാണ്. പവർ ബോക്സ് മീൻസ് നമ്മുടെ ഇതുവരെയാണ് നമ്മൾ ക്യാമറയ്ക്ക് പവർ കൊടുക്കുന്നത്, നമ്മുടെ വാഹനമായിട്ട് കണക്ട് ചെയ്യുന്നത്. ശരിക്കും ഞാനിപ്പം എൻ്റെ EV ആയതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഇത് ഉപയോഗിക്കുന്നില്ല. മറിച്ച് കാരണം നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ അത് ഇതിൻ്റെ വാറണ്ടിയൊക്കെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ 12 വോൾട്ട് സോക്കറ്റ് അല്ലെങ്കിൽ USB പോർട്ട് വഴി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് ശരിക്കും കാർ DVR എക്സ്ക്ലൂസീവ് പവർ ബോക്സ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഇൻപുട്ട് വോൾട്ട് എന്ന് പറയുന്നത് AC DC 12 to 24 വോൾട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം 2.5 ആംപിയറാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഇത് തൽക്കാലം നമുക്ക് ഉപയോഗമില്ല. ഞാനത് അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. കവറിൻ്റെ അകത്ത് ഭദ്രമായിട്ടിരുന്നോട്ടെ. പിന്നെ അതിൻ്റെ അകത്ത് വന്ന രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത്, നോക്കട്ടെ എന്താ സംഭവം എന്നുള്ള കാര്യം. ഇതൊരു കോഡ് വയറാണ്. എനിക്ക് തോന്നുന്നു റിയർ ക്യാം കണക്ട് ചെയ്യാനുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു. അതെ, റിയർ ക്യാം നമ്മൾ ഈ കോഡ് വയർ നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു AV പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ AV പോർട്ടിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക് ക്യാമറയ്ക്ക് ഫ്രണ്ട് ക്യാമറയായിട്ട് ആ സ്ക്രീനുമായിട്ടൊക്കെ കണക്ട് ചെയ്യും. പവറും ഒക്കെ പോകുന്നത് അതിലാണ്. എന്നിട്ട് ഈ 2 കണക്ടർ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ ഫ്രണ്ട് ക്യാമും റിയർ ക്യാമും തമ്മിൽ കണക്ഷനായി. അതിന് പവറും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, അതും അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, നമുക്കിനിയും ക്യാമറയുടെ വില മറ്റു ഭാഗങ്ങളെക്കുറിച്ച് പറയാം. ഇതിൻ്റെ പേര് ബുഡ്മാൻ 3K വിഷൻ പ്രോ കാർ ഡാഷ് ക്യാമറ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ നിലവിലുള്ള വില കമ്പനി പറയുന്ന 6999 രൂപയാണ്. ഞാനിതൊരു ഓഫർ പ്രൈസിലാണ് വാങ്ങിയത്. 5999 രൂപ, 6000 രൂപയ്ക്ക്. ഇപ്പം നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ വില 6999 രൂപയാണ്. പിന്നെ ചിലപ്പം ചില ദിവസങ്ങളൊക്കെ ഓഫറൊക്കെ വരും. അപ്പം അതനുസരിച്ച് റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിയതിനേക്കാൾ 1000 രൂപ കൂടുതലാണ് ഈ ക്യാമറയ്ക്ക് ഇപ്പോൾ കമ്പനി പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ ഇത് 3K ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻബിൽട്ട് GPS ഉണ്ട്. മാത്രമല്ല ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് പൂർണ്ണമായിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ 5 MB 3K ആണ് ക്യാമറ.
അതോടൊപ്പം തന്നെ നൈറ്റ് വിഷൻ സപ്പോർട്ടിംഗ് ഉള്ള ക്യാമറയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഡാഷ് ക്യാം 5 MB ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ റിയർ ക്യാമറയിലേക്ക് വന്നാൽ 1080 പിക്സലാണ് ബാക്ക് ക്യാമറ. ഇനിയും ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ട് GPS ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പാർക്കിംഗ് മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. അത് നമുക്കത് ആപ്പ് വഴി എനേബിൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ GPS ഉണ്ടെന്ന് പറഞ്ഞു. റൂട്ട് ട്രാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് നമ്മളിപ്പം GPS എനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഒരു ഈ കാണുന്ന QR കോഡ് ഉണ്ടല്ലോ, QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് GPS സംവിധാനം എനേബിൾ ആവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടേക്കാം ഇതിന് ശേഷം. ഇനിയും അതിൻ്റെ അകത്ത് ഇനിയും ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നാൽ, ഇതിൻ്റെ പ്രത്യേകതകളിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ക്യാമറ 3K എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 2560x1440 പിക്സലാണ്. ബാക്ക് ക്യാമറ അത് HD ക്യാമറ തന്നെയാണ്, ഫുൾ HD ക്യാമറ 1920x1080 പിക്സലാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടും ബാക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ GPSൻ്റെ ഭാഗത്തേക്ക് വന്നാൽ സ്പീഡ് സ്റ്റാമ്പ്, കോർഡിനേറ്റ് സ്റ്റാമ്പ്, റൂട്ട് മാപ്പിംഗ് എന്നിവ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ റെക്കോർഡിംഗ് നമുക്ക് FPS 30ൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നൈറ്റ് വിഷൻ, ലൂപ്പ് റെക്കോർഡിംഗ് തുടങ്ങിയ ഫെസിലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ പാർക്കിംഗ് മോണിറ്ററിംഗ് ഉണ്ട് 24/7. അതോടൊപ്പം തന്നെ ടൈം ലാപ്സ് സംവിധാനം അതിലുണ്ട്. iOS ആപ്പ്, ആൻഡ്രോയിഡ് ആപ്പ്, ഇൻബിൽട്ട് വൈഫൈ തുടങ്ങിയവ അതിൻ്റെ അകത്ത് വരുന്ന ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ 3 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീന്. 128 GB വരെ ഇത് സപ്പോർട്ട് ചെയ്യും. ഇൻബിൽട്ട് മൈക്ക് ഉണ്ട്. പിന്നെ ഇത് 1 വർഷം വരെയാണ് ഇതിന് നമുക്ക് കമ്പനി വാറണ്ടി തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ക്യാമറ എടുത്തു. അപ്പം വീട്ടിൽ കിടന്നൊരു പഴയ കോഡ് വയറാണ് ഞാൻ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. വാഹനത്തിനോടൊപ്പം വന്ന കോഡ് വയർ ഞാൻ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. തൽക്കാലമൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ 12 വോൾട്ട് സോക്കറ്റ് വരെയോ അല്ലെങ്കിൽ USB പോർട്ട് വരെയോ ക്യാമറ കണക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറയുടെ USB പോർട്ടിൽ അത് കണക്ട് ചെയ്തു. പിന്നെ ഇവിടെ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഭാഗം കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പോകുന്നത്. എന്നിട്ട് ക്യാമറ നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ലെൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാനപ്പം കോഡ് വയർ നമ്മുടെ USB പോർട്ടിൽ കുത്തി. USB പോർട്ടിലും കുത്താം. പിന്നെ ഈ പറയുന്ന 12 വോൾട്ട് സോക്കറ്റിൻ്റെ അവിടെയും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ക്യാമറ ഓൺ ആക്കുകയാണ്. ക്യാമറ ഓണായി വരുന്നുണ്ട്. നോക്കിക്കുക, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം 3K എന്ന് പറഞ്ഞല്ലോ, സോറി ഓഫായിപ്പോയി. എനിക്കൊന്ന് സോക്കറ്റിൻ്റെ അവിടുത്തെ കണക്ഷൻ പോയതാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ റീഫിക്സ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ, നിങ്ങളൊരു ബോക്സിൻ്റെ അകത്ത് വന്നല്ലോ, അത് വേറെ ഒന്നുമല്ല. ഞാൻ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, മെമ്മറി കാർഡ് ഇടണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാമറയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്, യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നമ്മുടെ ക്യാമറയോടൊപ്പം വന്ന് ചെറിയൊരു ഫിലിം പോലെ, ഒരു ചെറിയ സ്റ്റിക്കർ പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു പശ പോലൊരു ഭാഗമുണ്ട്, അതൊന്ന് റിമൂവ് ചെയ്യുക. നോക്കട്ടെ. അപ്പോൾ അത് മാറിയപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് അത് ഗമ്മൊന്നുമല്ല, നമ്മൾ ഈ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സംവിധാനമാണ്. പശയൊന്നും അല്ലത്, ഒരു എയർ ഫ്രീ ആയിട്ടുള്ള ടൈറ്റ് ചെയ്ത് വെക്കുന്നൊരു സംവിധാനമാണ്. അപ്പം അത് നമുക്ക് വേണ്ട ഭാഗത്ത് നമ്മൾ ഗ്ലാസ്സിൽ ഒട്ടിക്കുക. എന്നിട്ട് ആ പ്ലാസ്റ്റിക്കിന് മുകളിൽ അല്ലെങ്കിൽ ആ ഫിലിമിന് മുകളിൽ നമുക്ക് നമ്മുടെ ക്യാമറ ഫിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണേ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവിടെ ഗമ്മുള്ളത് കൊണ്ട് തന്നെ ഗ്ലാസ്സിൽ പാടോ അല്ലെങ്കിൽ പശയോ ഒട്ടിപ്പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉപയോഗം. ഓക്കെ, ഇനി നമുക്ക് ക്യാമറ എങ്ങനെ ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ക്യാമറയോടൊപ്പം വന്നിരുന്ന ഒരു ഫിലിം ഒട്ടിച്ച അല്ലെങ്കിൽ ഒരു ഗം ഒട്ടിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി മാറ്റിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇനിയും ആ ഫിലിം റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തതിന് ശേഷം നേരെ ഗ്ലാസ്സിലേക്ക് അത് ഫിക്സ് ചെയ്തു. ഇനി അതിൽ നമ്മൾ ക്യാമറ വെച്ചാൽ മതിയാവും. ഓക്കെ, നമുക്കിനി റിയർ ക്യാമറ ഫിക്സ് ചെയ്യാം. അത് നമ്മൾ ബാക്കിലെ ഗ്ലാസ്സിലാണ്
ഗ്ലാസ് അത് ഡിക്കി ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ പ്രശ്നമില്ലേ? ഫ്രണ്ട്സ്, ക്യാമറ പൂർണ്ണമായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റിയർ ക്യാമറയാണ് കാണുന്നത്, വെളിയിൽ നിന്നുള്ള വ്യൂ ആണ്. ജസ്റ്റ് അതൊന്ന് കാണിച്ചതിന് ശേഷം ഞാൻ അകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കാണിക്കാം. ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിനുള്ളിലേക്ക് വരാം. അപ്പം ഇവിടെ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. റിയർ ക്യാമറ ഞാൻ ബാക്കിൽ ഗ്ലാസ്സിൽ കണക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോഡ് വയർ ഇതിനുള്ളിലൂടെ ഇങ്ങനെ വന്ന് നമ്മൾ കണ്ട ഈ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് ഡോറിന് മുകളിലെത്തി ഇതിലൂടെ വന്നതിന് ശേഷം ഈ സാധനം അത് നമ്മളിവിടെ ക്യാമറയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കോഡ് വയറാണിത്. അപ്പോൾ ഇതിന് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊന്നുകൂടി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീടൊന്ന് അടിച്ചൊന്നുകൂടെ അത് ചെയ്യുന്നുണ്ട്. ഒരു കാൽക്കുലേഷൻ അല്പം തെറ്റിപ്പോയതാണ് ഇതിന് കാരണം. ഓക്കെ, അതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പവർ സപ്ലൈയുടെ കോഡ് വയർ. ഇത് ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് ഞാൻ നേരെ താഴോട്ട് ഇട്ടേക്കുവാണ്. ഇച്ചിരി അങ്ങനെയല്ല ഇത് ഇടേണ്ടത്. എന്നിട്ട് ഇവിടെ USB പോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പറേ 12 വോൾട്ട് സോക്കറ്റിൻ്റെ അവിടെയും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു പഴയ കോഡ് വയറാണ്. അതിന് ലെങ്ത് ഒരല്പം കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഇച്ചിരി ലെങ്ത് ഉള്ളത് വാങ്ങിയാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇതിലേ തന്നെ കൊടുത്തേച്ചിട്ട് ഈ ഭാഗത്തൂടി കൊടുത്ത് ഇങ്ങനെ വന്ന് ഇതിലൂടെ വലിച്ച് ഈ താഴെ കൂടി വന്നിട്ട് ഇവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോക്കറ്റിൽ കൊടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറ കൊടുത്തതിന് ശേഷം അതിൻ്റെ ക്ലാരിറ്റി ഒന്ന് നോക്കുക. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ട് ഇതിന്. ഇതിപ്പം നമ്മുടെ ഫ്രണ്ട് ക്യാമിൻ്റെ വ്യൂ ആണ്. റിയർ ക്യാമിലേക്ക് വന്നാൽ കണ്ട് ഇത് റിയർ ക്യാമാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. നമുക്കിത് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യങ്ങൾ, അതായത് വൈഫൈ എങ്ങനെ കണക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് കൃത്യമായി രണ്ടാമത്തെ വീഡിയോ ഇടുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റുമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്